ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എല്ലാവരും കാത്തിരുന്ന കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് നമ്മുടെ പ്ലാനിങ്, എന്തൊക്കെയാണ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത്? വളരെ നിർണായകമായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് കഴിഞ്ഞ തവണ എങ്ങനെയായിരുന്നു പരീക്ഷ നടന്നത്, അതുപോലെ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ തവണത്തെ കാര്യം എടുക്കുമ്പോഴത്തേക്കും യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റും അതുപോലെ LD ടൈപ്പിസ്റ്റ് വേരിയസും കൂടെ ഒറ്റ തവണയാണ് പരീക്ഷ വിളിച്ചത്. അപ്പോൾ നമ്മളൊരു കോമൺ എക്സാമിനേഷൻ പ്രതീക്ഷിക്കുകയും ചെയ്തു. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കോമൺ എക്സാമിനേഷനാണ് കഴിഞ്ഞ തവണ വന്നത്. അപ്പോൾ ഇത്തവണയാണെങ്കിലോ ഈ ഒരു നോട്ടിഫിക്കേഷൻ കുറച്ച് ചവിട്ടിയിട്ടാണ് നമുക്ക് പുറത്ത് വന്നിരിക്കുന്നത്, അല്ലേ? രണ്ടും കൂടെ ഒരുമിച്ച് വിളിക്കേണ്ടതായിരുന്നു, അങ്ങനെ അല്ല, ഒരുമിച്ചല്ല വിളിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് കൺഫർമേഷൻ, LD ടൈപ്പിസ്റ്റിന് കൺഫർമേഷൻ വന്നിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം, ഉറപ്പായിട്ടും വന്നിട്ടില്ല. നമുക്ക് ഈ വരുന്ന മാസങ്ങളിൽ ഏകദേശം ഒക്ടോബർ നവംബറിലായിരിക്കും ഇതിൻ്റെ പരീക്ഷ നടക്കുക. അപ്പോൾ ഇനി നമ്മുടെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റുമായി ബന്ധപ്പെടുത്തിയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് കാത്തിരിക്കുന്നതാണ് യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റന്റും സെക്രട്ടേറിയറ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റും. നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട കാര്യം, എസ്പെഷ്യലി നമ്മൾ KGT ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ ഡിപ്ലോമ എടുത്ത സമയത്ത് നമ്മൾ ചിന്തിച്ചിട്ടുള്ള കാര്യം നമ്മുടെ ഈ പോസ്റ്റുകളാണ്, അല്ലേ? ഈ പോസ്റ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇനി അധിക കാലം ഈ വരുന്ന നോട്ടിഫിക്കേഷൻസ് ഈ ഒരു 4-5 വർഷം കൂടി ആയിരിക്കും നമുക്ക് പ്രധാനമായിട്ട് അഡ്വൈസ് നടക്കാൻ സാധ്യതയുള്ളത്. അത് കഴിഞ്ഞാൽ കാലക്രമേണ ഒരു പക്ഷേ വിസ്മൃതിയിലേക്ക് പോകാൻ സാധ്യതയുള്ള പോസ്റ്റുകൾ തന്നെയാണ്, ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. എന്തായാലും ഇത്തവണ വരും, അടുത്ത തവണയും വരും, നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യ റാങ്കുകളിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ തവണത്തെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പരീക്ഷയിൽ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇതര വിവരങ്ങളും അതുപോലെ ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷൻ്റെ ഇതര വിവരങ്ങളും നമുക്ക് പരിശോധിക്കാം. നോക്കാം. യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിലേക്കാണ് നമ്മുടെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് വിളിക്കുന്നത്. 2026 കാറ്റഗറി നമ്പർ എന്ന് പറയുമ്പോഴത്തേക്കും 05/2026 വന്നിരിക്കുന്നത്, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ സാലറി എത്ര കിട്ടുമെന്ന് അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും. അപ്പോൾ സാലറി എത്ര കിട്ടുമെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒന്ന്, നമ്മുടെ ഫസ്റ്റ് 27,900 അല്ലേ നമ്മുടെ അടിസ്ഥാന ശമ്പളം. ഈ 27,900 കൂടെ ഇപ്പോൾ നിലവിൽ 35% DA വരുന്നത്. 35% DA ആഡ് ഓൺ ആകുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് 9,765 രൂപയായിരിക്കും നമുക്ക് DA ആയിട്ട് ആടാവുന്നത് കേട്ടോ. 9,765 രണ്ടു രൂപ കൂട്ടുമ്പോൾ നമുക്ക് 37,665 എന്ന് കിട്ടും കേട്ടോ. 37,665 ആയിരിക്കും നമ്മുടെ ഗ്രോസ് സാലറിയിൽ ബേസിക് പ്ലസ് DA എന്ന് പറയുമ്പോഴത്തേക്ക്. പിന്നെ അതിനോടൊപ്പം നമുക്ക് സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് പോലെ ചെറിയ ചെറിയ അലവൻസുകളും അതിനോടൊപ്പം നമ്മുടെ HRA പോലുള്ള അലവൻസ് എല്ലാം വരും. അപ്പോൾ അത് ഏകദേശം 1,500 അടുപ്പിച്ച് വരുമെന്ന് എനിക്ക് തോന്നുന്നു. 1,500 HRA വരും. ഓക്കെ, അപ്പോൾ നമുക്ക് 1,500 കൂട്ടുമ്പോൾ 39,165 എന്ന് വരും, അല്ലേ? അപ്പോൾ എല്ലാം കൂടെ നമുക്ക് 40,000 മുകളിൽ വരുന്നൊരു ഗ്രോസ് പേ ആയിരിക്കും നമുക്ക് ആദ്യത്തെ മാസം വാങ്ങാൻ പറ്റുക. അപ്പോൾ സർക്കാർ ജോലിക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോഴത്തേക്കും ജീവനക്കാർക്ക് എന്താണ്, എടാ ഈ 35% മാത്രമല്ല DA കേട്ടോ, DA പെൻഡിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് DA നമ്മുടെ എന്താണ് അരിയറായിട്ട് നമ്മുടെ PF-ലോട്ട് എപ്പോഴും കയറിക്കൊണ്ടിരിക്കും കേട്ടോ. 35 ഒരു ഏകദേശം 15% DA പെൻഡിങ് ഉണ്ട്. ഓക്കെ, അത് നമുക്ക് കയറിക്കൊണ്ടുവരിക്കും. അതെല്ലാം വിശദമായിട്ട് സർവീസിലോട്ട് കയറുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. എപ്പോഴും സർക്കാർ സർവീസിൻ്റെ ഗുണം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഏറ്റവും ചെറിയ സാലറി ആദ്യത്തെ മാസമായിരിക്കും. അതിനങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും DAയുടെ വർധനമാണെന്നുണ്ടെങ്കിലും അതുപോലെ നമുക്ക് ഇയർലി ഇൻക്രിമെൻറ്റ്, പിന്നെ നമുക്ക് 5 വർഷം കൂടുമ്പോഴുള്ള പേ റിവിഷൻ, ഇങ്ങനെയെല്ലാം നമ്മുടെ ശമ്പളം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. ഓക്കെ, അതുപോലെ നമുക്ക് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് എടുക്കുമ്പോഴത്തേക്ക് ഏറ്റവും സന്തോഷം, കഴിഞ്ഞ സർക്കാർ നമുക്ക് 4 വയസ്സ് കൂട്ടി തന്നല്ലേ, അതായത് 36 വയസ്സിൽ 40 വയസ്സിലേക്ക് ഉയർത്തി. അപ്പോൾ നമുക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് കഴിഞ്ഞ തവണ അവസരം നഷ്ടപ്പെട്ട എല്ലാ പേർക്കും വലിയൊരു അവസരമാണ്. 40 വയസ്സ് വരെ നമുക്ക് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുമ്പോഴത്തേക്കും. അതുപോലെ നോക്കടാ, 2/1/1986 അതിനുശേഷം ജനിച്ച എല്ലാ പേർക്കും അപേക്ഷിക്കാം. അതുപോലെ 2/1 എന്ന് പറഞ്ഞ തീയതി ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. 2/1 എന്ന് പറഞ്ഞ തീയതി 2/1/1986. 1/1/1986 ജനിച്ച ആൾക്കാർക്ക് പറ്റത്തില്ല. 2/1/1986 മുതൽ ഇങ്ങോട്ട് ജനിച്ച ആൾക്കാർക്ക് എല്ലാവർക്കും അപേക്ഷിക്കാം എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമുക്ക് OBCയെ സംബന്ധിച്ചിടത്തോളം അത് 3 വർഷം കൂടെ നമുക്ക് അങ്ങോട്ട് പോകും. അപ്പോൾ എത്ര, 86 എന്നുള്ളത് എത്രയാവും? 85 അല്ല, 84 അല്ല, 83 അല്ലേ, 83. അപ്പോൾ 2/1/1983 തൊട്ട് ജനിച്ച OBCക്കാർക്കും അതുപോലെ എത്രയാണ് 2/1/1981 തൊട്ട് ജനിച്ച SC/ST-കാർക്കെല്ലാം ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ പറ്റും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അത് ഒരു വളരെ വലിയൊരു അവസരമാണ്. ഒരുപാട് പേർക്ക് നമുക്ക് ഈ കഴിഞ്ഞ തവണ അവസരം നഷ്ടപ്പെട്ടു പോയ ഒത്തിരി പേർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി പ്രയോജനപ്പെടുത്താം. കഷ്ടപ്പെട്ട് നിർത്തിപ്പോയ ആൾക്കാർ ആരും വിഷമിക്കേണ്ട കേട്ടോ, കയറി വാ. ക്വാളിഫിക്കേഷൻ നമുക്കറിയാം, SSLC ആണ് ക്വാളിഫിക്കേഷൻ വരിക. SSLCയോടൊപ്പം നമുക്ക് വരുന്നത് എന്താണ്, KGT ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷും മലയാളവും. അതിനകത്ത് ഇംഗ്ലീഷ് ഹയർ തന്നെ വേണം. ശ്രദ്ധിക്കും മക്കളെ, എപ്പോഴും നമ്മൾ ഹയർ എടുക്കാൻ വേണ്ടി പറയുന്നത് എന്തിനാണ്ടാ, ഇംഗ്ലീഷ് ഹയർ നമുക്ക് ഈ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടി എഴുതാൻ വേണ്ടിയിട്ടാണല്ലേ. അപ്പോൾ എന്താണ്, ഇംഗ്ലീഷ് ഹയർ തന്നെ വേണം എന്നുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ
അതുപോലെ പ്രൊബേഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രൊബേഷൻ നമുക്ക് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പോസ്റ്റിൻ്റെ പ്രൊബേഷൻ 2 വർഷമാണ് കേട്ടോ. 2 വർഷം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സർവീസിൽ കയറിയതിന് ശേഷം 2 വർഷത്തെ കണ്ടിന്യൂസ് സർവീസ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് നമ്മൾ റെഗുലറൈസ് ചെയ്യുക കേട്ടോ. ഓക്കെ, അതിനോടൊപ്പം നമ്മൾ കഴിഞ്ഞ തവണത്തെ അഡ്വൈസ് ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. എഫക്റ്റീവ് ഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 6/8/2024 ശ്രദ്ധിക്കാം മക്കളെ, 6/8/2024 നമ്മുടെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് വന്നത് അല്ലേ. അപ്പോൾ 25 8-ാം മാസമായപ്പോൾ 1 വർഷമായി, 26 8-ാം മാസം ആകുമ്പോൾ 2 വർഷം ആവുകയാവുന്നു. അപ്പോൾ 27 8-ാം മാസം ആകുമ്പോഴത്തേക്ക് എത്ര വർഷമാവും? 3 വർഷം തികയുന്നു. അപ്പോൾ അടുത്ത വർഷം നമുക്ക് ലിസ്റ്റ് തീരും, 8-ാം മാസം ലിസ്റ്റ് തീരും. ആ സമയം ആകുമ്പോഴത്തേക്ക് നമ്മുടെ ലിസ്റ്റ് വന്നാൽ മതി, മനസ്സിലായില്ലേ? അപ്പോൾ അതിനുള്ളിലായിരിക്കും ഈ പരീക്ഷ നടക്കാൻ സാധ്യതയുള്ളത്. അതിനകത്ത് ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് മിക്കവാറും എക്സാമിനേഷൻ നമുക്കിപ്പോൾ വിളിച്ചെന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ജനുവരി ഫെബ്രുവരി മാർച്ച് ആ സമയത്തൊക്കെ എക്സാമിനേഷൻ നടക്കുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഓഗസ്റ്റിൽ നമുക്ക് എന്ത് വരും? ലിസ്റ്റ് വരും. അടുത്ത ഓണം നമുക്ക് എങ്ങനെ ഉണ്ണാം? ഈ ഓണം അല്ല, തൊട്ടടുത്ത ഓണം നമ്മുടെ സ്വന്തം പൈസയ്ക്ക് ഉണ്ണാൻ പറ്റണം. ഓക്കെ, അപ്പോൾ 6/8/2024 നമുക്ക് ലിസ്റ്റ് വന്നത്. 2027 നമുക്ക് ലിസ്റ്റ് തീരുകയാണ്. അപ്പോൾ 2027 ലിസ്റ്റ് തീരുന്ന മുറയ്ക്ക് ഏകദേശം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു 180-200 അഡ്വൈസ് ആയിരിക്കും നമുക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് പോകുന്നത്. നിലവിൽ നമുക്ക് ഈ 120 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത് കേട്ടോ. 2 വർഷത്തെ മെയ് മാസത്തെ റിട്ടയർമെൻറ്റ് കണക്കാക്കി എടുക്കുമ്പോഴത്തേക്കും 120 അഡ്വൈസ് പോയിട്ടുണ്ട്. അതിൽ OC നമുക്ക് 127 വരെ തീർന്നു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അഡ്വൈസിൻ്റെ എണ്ണം എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് NJD ഒക്കെ പോയിട്ടുണ്ട്, NJD വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 127 വരെ നമുക്ക് അഡ്വൈസ് OC തീർന്നു പോയത്. ഓക്കെ, എങ്ങനെ പോയാലും 180-200 ഇടയ്ക്കുള്ള അഡ്വൈസ് അല്ലെങ്കിൽ ഓപ്പൺ കാറ്റഗറി 200 അടുപ്പിച്ച് തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് കുറച്ച് വലിയ റാങ്ക് ലിസ്റ്റ് ആയിരുന്നു, 600ഓളം പേരുടെ റാങ്ക് ലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത്തവണ നിങ്ങൾക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം 100-ൽ ഒരാളായേ പറ്റൂ, അതിനകത്ത് ഒരു സംശയമില്ല. അത് ഉറപ്പാക്കി നിങ്ങൾ മുന്നോട്ട് പോകണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ ബന്ധപ്പെടുത്തി പറയുന്നത്. ഇനി നമുക്ക് പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് ബാച്ച് സഹകാരി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഈ LD ടൈപ്പിസ്റ്റിനോടൊപ്പം നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ വന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ തന്നെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിരിക്കും ചോദ്യങ്ങൾ. അതുപോലെ ചോദ്യങ്ങളുടെ രീതി ഉറപ്പായിട്ടും വ്യത്യാസപ്പെടും. മറ്റിടത്ത് നമുക്ക് SSLCയും ലോവറുമാണ് ക്വാളിഫിക്കേഷൻ, ഇവിടെ SSLC ഹയറുമാണ് ക്വാളിഫിക്കേഷൻ. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എക്സാമിനേഷൻസിലെല്ലാം നമുക്ക് ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള അപ്രോച്ച് പല ചോദ്യങ്ങളിലും നമ്മൾ കണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളും അതുപോലെ ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന കൺസെപ്ച്വൽ ക്ലാരിറ്റി ആവശ്യമുള്ള ചോദ്യങ്ങളായിരിക്കും നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ബേസിലാണെന്നുണ്ടെങ്കിലും അതുപോലെ എല്ലാ മേഖലയിലും വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എക്സാമിനേഷൻ പ്രിപ്പറേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുന്നതിനോടൊപ്പം അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു പോയിന്റ് ചെകഞ്ഞ് എവിടെയെങ്കിലും പോയി എടുക്കുന്നതിലും അല്ല മക്കളെ കാര്യം. നിങ്ങൾ എത്രത്തോളം പഠിച്ച കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഉറപ്പിക്കുന്നതിനടുത്തും അതുപോലെ ഈ 1.5 മണിക്കൂർ അതിനകത്ത് കയറി ഇരുന്നിട്ട് നമ്മൾ പെർഫോം ചെയ്യുന്നതിനകത്ത് കാര്യം. അപ്പോൾ അത് വളരെ വലിയ കാര്യമാണ്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെല്ലാം എന്തൊക്കെ സംഭവിച്ചാലും എത്രയൊക്കെ പഠിച്ചാലും അവിടെ പോയിട്ട് കുഴപ്പം കാണിക്കാൻ സാധ്യതയുണ്ട്. ആ കുഴപ്പം കാണിക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ പെർഫോം ചെയ്യണം അല്ലേ? പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് തെറ്റാതെ എഴുതാൻ പറ്റണം, നമ്മൾ പഠിച്ചതൊക്കെ നമുക്ക് അവിടെ പകർത്താൻ പറ്റണം, അതാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അവിടെ നമുക്ക് വളരെ വലിയ പ്രാക്ടീസ് ആവശ്യമാണ്. സഹകാരിയുടെ കോച്ചിങ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രാക്ടീസിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു പോകുന്ന ഒരു പ്രോഗ്രാമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഒരു ഫസ്റ്റ് സെഷൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? വെബിനാറിൽ പങ്കെടുക്കാം. നമ്മുടെ കോഴ്സിലേക്ക് വരുന്നതിന് മുന്നോടിയായിട്ട് ഈ സ്ട്രക്ചർ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള വെബിനാറിൽ പങ്കെടുക്കാം. വെബിനാറിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം 9497742944 ഈ നമ്പറിലേക്ക് നിങ്ങളുടെ പേരും ജില്ലയും അതുപോലെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് കോഡും കൂടെ വാട്സാപ്പ് ചെയ്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ഒരു ഫോം അറ്റാച്ച് ചെയ്യാൻ നിങ്ങൾ അത് ഫില്ല് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മുടെ കഴിഞ്ഞ തവണത്തെ ആദ്യ റാങ്ക് ജേതാവിനെ നമ്മളൊന്ന് പരിചയപ്പെട്ടു പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. വേറെ ആരെങ്കിലും മക്കളെ നമ്മുടെ ഹൃദയരാജനാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പരീക്ഷയിൽ കഴിഞ്ഞ തവണ 1ാം റാങ്കിലേക്ക് വന്നത്. അതുപോലെ ഹൃദയ തിരുവനന്തപുരം ജില്ലയുടെ നമ്മുടെ പരീക്ഷയിൽ സ്റ്റേറ്റ് ടോപ്പർ മാർക്ക് അടിസ്ഥാനത്തിലും 1ാം റാങ്കിലേക്ക് വന്ന കുട്ടിയാണ് ഹൃദയരാജൻ എന്ന് പറയുമ്പോഴത്തേക്കും. അതുപോലെ 3ാം റാങ്കിലേക്ക് വന്ന നമ്മുടെ അഖിൽ, അങ്ങനെ ഒത്തിരി പേരായിരുന്നു കഴിഞ്ഞ തവണ നമ്മുടെ റാങ്ക് ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തവണയും നമുക്ക് ചരിത്രം ആവർത്തിക്കണം. 1ാം റാങ്ക് ആവട്ടെ, 2ാം റാങ്ക് ആവട്ടെ, ടൈപ്പിസ്റ്റ് പരീക്ഷയിൽ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പരീക്ഷയിൽ സഹകാരിയുടെ കുട്ടികൾക്ക് ചുണക്കുട്ടികൾക്ക് ആവശ്യത്തിന് എടുത്തതിന് ശേഷം മാത്രം നമുക്ക് റാങ്കുകൾ പുറത്തേക്ക് കൊടുത്താൽ മതി. അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ ശ്രമം എന്ന് പറയുമ്പോൾ